Hello dear children, welcome to Kids Area Online. Class 2 Integration Day 2 exam ആണല്ലേ നാളെ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ പഠിക്കാം കേട്ടോ. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. അതുപോലെ ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്, വെക്കേഷനിലാണ്. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് അതും ഓർമ്മയിൽ വെക്കാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ ഡീറ്റെയിൽസിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. 9746487799. നമുക്ക് ഒരു വിഭവം എഴുതാനായിട്ട് ചോദിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വാഴയ്ക്കപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആദ്യം ഇതുപോലെ എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അരിയുണ്ട എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ചോറ് വെക്കേണ്ടത് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ വയ്ക്കാൻ പോകുന്നത്, അതാണ് വിഭവത്തിൻ്റെ പേര്. അപ്പം ആദ്യം എഴുതേണ്ടത് വിഭവത്തിൻ്റെ പേരായിരിക്കും. വിഭവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിൻ്റെ പേരാണ്. അടുത്ത് വേണ്ടത് സാധനങ്ങൾ, ചേരുവകൾ. രണ്ടാമത് എന്താ എഴുതേണ്ടത്? ചേരുവകൾ. ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ, ഈ വിഭവം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചേരുവകൾ വേണം. മൂന്നാമത് എഴുതേണ്ടത് തയ്യാറാക്കുന്ന വിധം. ഇവിടെ അരിയുണ്ട എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ച് പറഞ്ഞു തരാം. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു. ഒന്നാമത് എന്ത് ചെയ്തു? അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു. മിക്സിയിൽ പൊടിച്ചു. തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി. അപ്പോൾ അരി കഴുകി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു വെച്ചു, തേങ്ങ ചിരകി വെച്ചു, ശർക്കര ചുരണ്ടി വെച്ചു. തേങ്ങയും ശർക്കരയും അരിപ്പൊടിയിൽ ചേർത്ത് കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു. നെയ്യും ചേർക്കാറുണ്ട്. പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു. അരിയുണ്ട തയ്യാർ. അപ്പോൾ ഇവിടെ വിഭവത്തിൻ്റെ പേരെന്താ നിങ്ങൾ എഴുതുക? ഇതിൽ നിന്ന് വിഭവത്തിൻ്റെ പേര് നിങ്ങൾ എന്താ എഴുതുക? ഇത്രയും സാധനങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിഭവത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? വിഭവത്തിൻ്റെ പേര് എന്ന് കൊടുത്തിരിക്കും. നിങ്ങൾ അവിടെ എന്താ എഴുതുക? അരിയുണ്ട. എന്താ എഴുതുക? അരിയുണ്ട. ഇനി നിങ്ങൾക്ക് ഒരു വിഭവം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വച്ചേക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. വിഭവത്തിന്റെ പേര് അരിയുണ്ട. രണ്ടാമത് ചോദിക്കുന്നത് എന്താണ്? ചേരുവകൾ. രണ്ടാമത് അതിൽ വേണ്ടത് എന്താണ്? ചേരുവകൾ. ചേരുവകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? അരി വേണം. അരി ചേരും. അരി ഉണ്ടാക്കാനായിട്ട് അരി വേണം. ഇനി എന്ത് വേണം? തേങ്ങ വേണം. തേങ്ങ എഴുതുക. അരി, തേങ്ങ. മൂന്നാമത് വേറെ എന്ത് വേണം? ശർക്കര വേണം. ശർക്കര. ഇതിൽ നെയ്യ് എഴുതിയിട്ടില്ല. നെയ്യ് വേണം. നിങ്ങൾക്ക് നെയ്യ് കൂടെ എഴുതുന്നെങ്കിൽ എന്ത് ചെയ്യുക? കുഴയ്ക്കുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കുഴയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. നെയ്യ്. ഓക്കെ, അപ്പോൾ ഇതിൽ നെയ്യ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് നെയ്യ് ഇതിൽ വരത്തില്ല. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നെയ്യ് കൂടെ ചേർക്കാം. ഇതൊക്കെയാണ് ചേരുവകൾ. മൂന്നാമത് ഇതിൽ വരുന്നത് എന്താണ്? ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ്. തയ്യാറാക്കുന്ന വിധം. തയ്യാറാക്കുന്ന വിധം ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വിഭവത്തിന്റെ പേര് എഴുതാൻ അറിയാലോ. അരിയുണ്ട. പഴംപൊരിയാണെങ്കിൽ പഴംപൊരി, അവിയലാണെങ്കിൽ അവിയൽ, ബ്രെഡ് ഓംലെറ്റ് ആണെങ്കിൽ ബ്രെഡ് ഓംലെറ്റ്. എന്താണോ അത്. അപ്പോൾ ചേരുവകൾ, അത് ഉണ്ടാക്കാൻ ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. പാത്രം അതൊന്നും എഴുതണ്ട കേട്ടോ. അത് ആ വിഭവം ഉണ്ടാക്കാൻ ആ പഴംപൊരിക്കകത്ത് എന്തൊക്കെ ഉണ്ട്, അരി ഉണ്ടയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്. അരി ഉണ്ടയ്ക്കകത്ത് പാത്രമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പാത്രമൊന്നും എഴുതണ്ട. അരി ഉണ്ടയ്ക്കകത്ത് എന്തുണ്ട്, സാമ്പാറിൽ എന്തൊക്കെയുണ്ട്, അതുപോലെ. ഇനി തയ്യാറാക്കുന്ന വിധം. എങ്ങനെയാണ് ആ വിഭവം തയ്യാറാക്കിയത്? എങ്ങനെയാണ് തയ്യാറാക്കിയത്? അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു. അപ്പൊ അരി 3 കാര്യം ചെയ്തു: കഴുകി ഉണക്കി, വറുത്തു, പൊടിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ വിഭവം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും എഴുതാൻ അറിയെങ്കിൽ അരിയുണ്ട എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കി വെച്ചേക്കുക.
അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു മിക്സിയിൽ പൊടിച്ചു. തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി. അരിപ്പൊടിയിൽ തേങ്ങയും ശർക്കരയും ചേർത്തു. കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു. അരിയുണ്ട തയ്യാർ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ വിഭവം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെയും ഉണ്ട് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന വിധം. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ എന്താ വേണ്ടത്? ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ ഫ്രൂട്ട്സ്, പഴങ്ങളാണ് വേണ്ടത്. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ പഴങ്ങൾ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ എടുക്കാം. വാഴപ്പഴം, പിന്നെ എന്തുണ്ട്? വാഴപ്പഴം കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കിയേ, തണ്ണിമത്തങ്ങ അല്ലെങ്കിൽ തണ്ണിമത്തൻ. വേറെ എന്ത് വേണം? കൈതച്ചക്ക. ഇനി ഇവിടെ ഗ്രേപ്സ്, മുന്തിരി. ഇവിടെ വേറെ എന്ത് കാണുന്നുണ്ട്? ഓറഞ്ച്, ആപ്പിൾ. ഇതുപോലെ നിങ്ങൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ തിരഞ്ഞെടുക്കുന്നത് ആ ഫ്രൂട്ട്സ്, അതാണ് പറയുന്നത്. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എന്താ? വിഭവം ഏതാ? ഫ്രൂട്ട് സാലഡ്. ചേരുവകൾ എന്തൊക്കെയാ? ദാ ഇവിടെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ വേറെന്ത് വേണം? പഞ്ചസാര വേണം, മധുരം. അത് മിൽക്ക് മെയ്ഡാണോ പഞ്ചസാരയാണോ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. ഇത്രയേ ഉള്ളൂ. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. അരിയുണ്ട ഉണ്ടാക്കാൻ പഠിച്ചു, ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പഠിച്ചു. ആദ്യം വിഭവത്തിന്റെ പേര് ഫ്രൂട്ട് സാലഡ്. ചേരുവകൾ വാഴപ്പഴം, തണ്ണിമത്തൻ, കൈതച്ചക്ക, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, പഞ്ചസാര അല്ലെങ്കിൽ മധുരം എന്താണോ മിൽക്ക് മെയ്ഡ് അത് എന്താണോ അത്. ഇനി തയ്യാറാക്കുന്ന വിധം: പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക, ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. ഇനി ഐസ്ക്രീം ചേർക്കാം കേട്ടോ ഇതിനോടൊപ്പം. ഫ്രൂട്ട് സാലഡിനോടൊപ്പം ഐസ്ക്രീമും ചേർക്കാം. ഓക്കെ, മനസ്സിലായോ? വിഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവം തയ്യാറാക്കാൻ ഇന്നലെ ടീച്ചർ പഴംപൊരി, വാഴയ്ക്കപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഇന്നലെയും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. പോഷകം നിറഞ്ഞ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പോഷകമുള്ള ഭക്ഷണങ്ങൾ? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ. എന്നിട്ടോ മത്സ്യം, മാംസം, പാൽ, മുട്ട. ഓക്കെ, അപ്പോൾ നന്നായി പോഷകം നിറഞ്ഞ ആഹാരമാണ് നമ്മൾ കഴിക്കാനുള്ളത്. പോഷകം നിറഞ്ഞ ആഹാരങ്ങൾ എന്തൊക്കെയാ? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ. വേറെ എന്തുണ്ട്? മത്സ്യം, മാംസം, പാൽ, മുട്ട. നമ്മൾ എന്നും കഴിക്കുന്നതാണ് ചോറ്. ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? അരി എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യം. അപ്പൊ ധാന്യം നമ്മൾ കഴിക്കുന്നില്ലേ? യെസ്. വാഴപ്പഴം, ചക്കപ്പഴം, ആപ്പിൾ, ഇതെല്ലാം എന്താ? പഴങ്ങൾ. നമ്മൾ കഴിക്കുന്ന സാമ്പാർ, അവിയൽ, ഇതിലൊക്കെ കഴിക്കുന്ന ഏത്തക്കായ്, തക്കാളി, ഉരുളക്കിഴങ്ങില്ല, തക്കാളി, അതുപോലെ മത്തങ്ങ, അതെല്ലാം എന്താ വരുന്നത്? പച്ചക്കറികൾ. ഇനി ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങുകളോ? മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കിഴങ്ങുകൾ. പയറുവർഗ്ഗങ്ങൾ, ചോളം, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അത് പയറുവർഗ്ഗങ്ങൾ. ഇലക്കറികൾ, മുരിങ്ങയില, ചീരയില, അതൊക്കെ ഇലക്കറികൾ. ഇതിന് പുറമെ നമ്മൾ എന്ത് കഴിക്കും? മത്സ്യം കഴിക്കും, മാംസം കഴിക്കും. മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചിയാണ് കേട്ടോ. പാൽ കുടിക്കും, മുട്ട കഴിക്കും. ഇതൊക്കെയാണ് പോഷകം നിറഞ്ഞ ആഹാരങ്ങൾ. അപ്പോൾ പോഷകം നിറഞ്ഞ ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്? പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങളും കഴിക്കാൻ നല്ലതല്ല. ഓക്കെ, പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്.
സ്വാദ് ടേസ്റ്റ് കൂട്ടാൻ, രുചി കൂട്ടാൻ, നിറം കൂട്ടാൻ, മണം കൂട്ടാൻ ആഹാരത്തിൽ പല സാധനങ്ങളും ചേർക്കുന്നുണ്ട്. ചേർക്കാൻ പാടില്ലാത്ത പലതും ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്തിട്ടുള്ള ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല. പഴയ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. കേടുവന്ന പൂപ്പൽ പോലെ കേടുവന്ന ആഹാരം കഴിക്കാൻ പാടില്ല. സ്വാദും നിറവും മണവും കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചേർത്ത ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് എഴുതാം. ധാന്യങ്ങൾ. ധാന്യങ്ങൾ എന്തൊക്കെയുണ്ട്? അരി, ഗോതമ്പ്, അരി, ഗോതമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് 1-2 വീതം പഠിച്ചാൽ മതി കേട്ടോ. പഴങ്ങൾ എന്തൊക്കെയുണ്ട്? പഴങ്ങൾ ഏതൊക്കെ പഴങ്ങൾ നിങ്ങൾക്കറിയാം? ഏതൊക്കെ പഴങ്ങൾ അറിയാം? പറഞ്ഞേ, നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങൾ അറിയാം? വാഴപ്പഴം അറിയാം, മാമ്പഴം അറിയാലോ, മാമ്പഴം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പഴങ്ങൾ. അടുത്തത് പച്ചക്കറികൾ. ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നു പച്ചക്കറികൾ. തക്കാളി, പച്ചമുളക്, വെണ്ട, മത്തൻ, ഇതൊക്കെ എഴുതാം. ഇലക്കറികൾ. ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ എന്താ? മുരിങ്ങയില, ചീരയില, അതൊക്കെയാണ് വരിക. മുരിങ്ങയില, ചീരയില, അതൊക്കെയാണ് അതിൽ വരിക. ഇനി കിഴങ്ങുകളോ? ഉരുളക്കിഴങ്ങ് വരും. വേറെ മധുരക്കിഴങ്ങ് വരും. മധുരക്കിഴങ്ങ്. ഇനി പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങളിൽ എളുപ്പത്തിൽ നമുക്ക് ചെറുപയറില്ലേ? ചെറുപയർ, വൻപയർ, ഉഴുന്ന്. ചെറുപയർ, വൻപയർ, ഉഴുന്ന്. നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉഴുന്ന് ചേർക്കത്തില്ലേ? ഇതൊക്കെയാണ് പയറുവർഗ്ഗങ്ങൾ. അപ്പൊ ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, ഗോതമ്പ് മുതലായവയാണ്. വാഴപ്പഴം, മാമ്പഴം, ഇതൊക്കെ പഴങ്ങൾ. തക്കാളി, വെണ്ട, മത്തൻ, ഇതൊക്കെ പച്ചക്കറികൾ. ചീരയില, മുരിങ്ങയില, ഇതൊക്കെ ഇലക്കറികൾ. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഇതൊക്കെ കിഴങ്ങുകൾ. ചെറുപയർ, ഉഴുന്ന്, വൻപയർ, ഇതൊക്കെ പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്, പല പല പലഹാരങ്ങൾ. കുഞ്ഞുമോളുടെ തട്ടുകട അറിയാലോ? തട്ടുകടയിൽ ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, ഇങ്ങനെ ഒത്തിരി പലഹാരങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇഡലി പറയുക എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം എന്താ പറയുന്നേ? എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ്. പുട്ട് എന്തായിരിക്കും പറയാ? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, എന്നെ അരിമാവ് കൊണ്ടുണ്ടാക്കും, ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കും, റവ മാവ് കൊണ്ടുണ്ടാക്കും, ഓട്സ് കൊണ്ടുണ്ടാക്കും, എന്നെ ഒത്തിരി സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, എന്നെ ആവിയിലാണ് ഉണ്ടാക്കുന്നത് എന്നായിരിക്കും പറയാം അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ആവിയിൽ വേവിക്കുന്ന 3 പലഹാരങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ആവിയിൽ വേവിക്കുന്ന 3 പലഹാരങ്ങൾ ഏതൊക്കെ? ആവിയിൽ ഇഡലി. ഇഡലി എന്താണ്? ആവിയിലാണ്. പുട്ട് ആവിയിലാണ്. ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം. ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്താ? ആവിയിലാണ്. ഇനി ഇത് ഓർമ്മയിരിക്കുമല്ലോ, 3 പഠിച്ചാൽ മതി. ഇഡലി, പുട്ട്, നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം. ഓർമ്മയിരിക്കില്ലേ? ഇനി രണ്ടാമത് നിങ്ങൾ പഠിച്ചിട്ട് പോവേണം, എണ്ണയിൽ ചുടുന്നത്, എണ്ണയിൽ വറുത്തെടുക്കുന്നത്. എണ്ണയിൽ വറുത്തെടുക്കുന്നതെന്നോ എണ്ണയിൽ ചുട്ടെടുക്കുന്നതെന്നോ എന്തുവേണം പറയാം. എണ്ണയിൽ എന്തൊക്കെയാണ്? ഉണ്ണിയപ്പം, നെയ്യപ്പം, ഒത്തിരിയുണ്ട്, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി, എല്ലാം നമുക്ക് എന്താണ്? എണ്ണയിൽ പൊരിക്കുന്നതാണ്. കട്ട്ലറ്റ്, ഇതൊക്കെ എന്താണ്? എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പൊ എണ്ണയിൽ പൊരിക്കുന്ന പലഹാരങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കാം. ഇനി ഇതിൽ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ചുട്ടെടുക്കുന്നത്. ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാ? ചുട്ടെടുക്കുന്നവ ദോശ. ദോശ ചുട്ടാണ് എടുക്കുന്നത്. അപ്പം ചുട്ടാണ് എടുക്കുന്നത്. ചപ്പാത്തി ചുട്ടാണ് എടുക്കുന്നത്. പൊറോട്ട ചുട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദോശ, അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇതെല്ലാം എന്താ ചെയ്യുന്നേ? ചുട്ടെടുക്കുന്നതാണ്. പൂരിയോ? പൂരി എണ്ണയിൽ വറുത്താണ് കേട്ടോ. പൂരി എണ്ണയിലാണ്, എണ്ണ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിരിക്കോ? ആവിയിൽ വേവിക്കുന്നവ, എണ്ണയിൽ ചുടുന്നവ
അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കുന്നവ, വേറെ എന്താ ഉള്ളത്? ചുട്ടെടുക്കുന്നവ. അവർ സംസാരിക്കുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാലോ. എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് എഴുതിയാൽ മതി. എനിക്ക് അല്ലെങ്കിൽ രുചി എഴുതിയാൽ മതി, മധുരമാണോ എന്താണോ അത് എഴുതാം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആരും തെറ്റിക്കരുത്. ഇനി ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു, അത് കാണാത്തവർ, ഇന്നലത്തെ ക്ലാസ് കാണാത്തവർ ഒരിക്കൽ കൂടി കാണുക. കണ്ടവരുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളൊരു വീട് പണിയണം. കെട്ടിടം പണിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചോദിക്കാത്തത് കൊണ്ട് എന്തായാലും നാളെ ചോദിക്കുമായിരിക്കും കേട്ടോ. കെട്ടിട പണി അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, കുഞ്ഞു വീട്. അപ്പോൾ കെട്ടിട പണിയിൽ വരുന്ന പണികൾ എന്തൊക്കെ, തൊഴിലുകൾ എന്തൊക്കെയാണ്? കല്ല് പണി വരുന്നുണ്ട്, അതിൽ തറപ്പണി വരുന്നുണ്ട്, പെയിന്റിങ് വരുന്നുണ്ട്, കറണ്ടിന്റെ പണി വരുന്നുണ്ട്, വെള്ളത്തിന്റെ പ്ലംബിംഗ് വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ അതിലെന്താ? പൂശുന്നത്, ചുവര് പൂശുന്നത്, തടിപ്പണി, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ തൊഴിലുകൾ, ഒരു വീട് പണിയാൻ പഠിയുമ്പോൾ എന്തൊക്കെ തൊഴിലുകളാണ് അതിൽ ചെയ്യേണ്ടത്, അത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഇനി വീടുകളിൽ ഏതൊക്കെ മുറികളാണ് ഉള്ളത്? വീടുകളിൽ ഏതൊക്കെ മുറികളുണ്ട്? അടുക്കളയുണ്ട്. വീടുകളിൽ ഏതൊക്കെ മുറികളുണ്ട്? അടുക്കളയുണ്ട്, കിടപ്പുമുറിയുണ്ട്, ഊണുമുറിയുണ്ട്, കിടക്കാനുള്ള മുറി, നമ്മൾ ഡൈനിങ് റൂം എന്ന് പറയില്ലേ, അത് തന്നെയാണ്. ഇത് ബെഡ്റൂം, ഇത് ഡൈനിങ് റൂം. അടുത്തത് നമ്മൾ ബാത്റൂം, അതിനെന്താ പറയുക? കുളിമുറി, കുളിക്കുന്നതിനുള്ള മുറി, കുളിമുറി. പിന്നെ വീടിന്റെ വരാന്ത ഉണ്ടാവും, വരാന്ത. ഓക്കെ, ഇത്രയും മുറികളാണ്. അടുക്കള, കിടപ്പുമുറി, ഊണുമുറി, കുളിമുറി, ഇതൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാവും. വീട് പണിയാൻ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പൊ ചിത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു കെട്ടിടത്തിന്റെ പിക്ചർ ഉണ്ടാവും. കെട്ടിടത്തിന്റെ പിക്ചർ തന്നിട്ട് ഇവിടെ ഒരാൾ തടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ടത് വരയ്ക്കാൻ പറയും. ഇവിടെ ഒരാൾ പെയിന്റ് ചെയ്യുവാണ്, പെയിന്റ് ചെയ്യുന്നു, അത് വരയ്ക്കണം. ഒരാൾ ഇവിടെ കല്ല് വെച്ചിട്ട് അടുക്കുന്നു. അടുത്തിവിടെ ഒരാൾ പഠിപ്പിക്കുന്നു, കയ്യിൽ ബുക്ക് വെച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു പോലീസ് നിൽക്കുന്നു, തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു പോലീസ് നിൽക്കുകയാണ്, ഒരു പോലീസ് നിൽക്കുന്നു. അപ്പോൾ ഇതിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടത് വരച്ചു ചേർക്കാൻ പറഞ്ഞാൽ കല്ല് പണി വീട് പണിയായിട്ട് ബന്ധപ്പെട്ടതാണ്, പെയിന്റിങ് വീട് പണിയായിട്ട് ബന്ധപ്പെട്ടതാണ്, തടിപ്പണി വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അധ്യാപകൻ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. പോലീസ് വീടുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. ഇങ്ങനെ വന്നില്ല. അപ്പോൾ കെട്ടിടപ്പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കെട്ടിടപ്പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വരച്ചു ചേർക്കാനായിരിക്കാം, അല്ലെങ്കിൽ അതിൽ എഴുതാനായിരിക്കാം. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഇനി വീട് പണിത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഉദ്ഘാടനം വേണം. ഉദ്ഘാടനം വേണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ക്ഷണിക്കണം. ക്ഷണിക്കണമെങ്കിൽ എന്ത് വേണം? ക്ഷണക്കത്ത് വേണം. അപ്പോൾ ആരൊക്കെ വന്നു, ഉദ്ഘാടനത്തിന് ആരൊക്കെ വന്നു, ക്ഷണിച്ചപ്പോൾ ആരൊക്കെ വന്നു എന്നെഴുതാം. വന്നവർക്ക് എന്തൊക്കെ ആഹാരം വിളമ്പി, അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ക്ഷണക്കത്ത് നിങ്ങൾക്ക് ബുക്കിൽ പഠിക്കാനുണ്ട്. ക്ഷണക്കത്ത് എങ്ങനെയാ? ക്ഷണക്കത്ത് ഇവിടെ നോക്കി, ഇവിടെ കുരുവി കൂടുണ്ടാക്കി, അതിന്റെ ക്ഷണക്കത്താണ്. ഇതേ മാതൃകയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്ഷണക്കത്ത് ഉണ്ടാക്കേണ്ടത്. ക്ഷണക്കത്ത് എന്ന് ആദ്യം മുകളിൽ എഴുതണം. ക്ഷണക്കത്ത്. ഇത് കണ്ടല്ലോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? ക്ഷ, ക്ഷ, കായും ഷായും. ക്ഷണ, അടുത്തത് കൂട്ടക്ഷരം കായാണ്. ക്ഷണക്കത്ത്, ക്ഷണക്കത്ത്. ഇനി സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ എഴുതാനുള്ളത്. സ്ഥലത്തിന്റെ പേര് നമുക്ക് പുളിമൂട് എന്നെഴുതാം. തീയതി, നാളെ ഏത് തീയതിയാണ്? നാളത്തെ തീയതി എന്താ? 19. ഓക്കെ, 19/12. അത് തീയതി വയ്ക്കാം. നിങ്ങൾ തീയതി എന്നാണോ എഴുതുന്നത് അന്ന്. ഇനി ആ കൂട്ടുകാരെ, നിങ്ങൾ ആരെയാണ് ക്ഷണിക്കുന്നത്? കൂട്ടുകാരെ, ഞാൻ ഒരു പുതിയ വീട് പണിതു. ഞാൻ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്, പണിതു. ഞാൻ ഒരു പുതിയ വീട് പണിതു. അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇന്ന ദിവസം ഡിസംബർ 3 ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയാണ്. വീടിൽ താമസിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ പ്രവേശനം രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ രാവിലെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്താണ്. എല്ലാവരും കുടുംബത്തോടൊപ്പം വരണം. പേര്, സ്ഥലം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നിങ്ങൾ എന്നാണോ വീട് പാല് കാച്ച് അതിൻ്റെ തീയതിയാണ് കേട്ടോ. വീട്ടിൽ എന്നാണോ കയറുന്നത് അന്നത്തെ തീയതിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ അയക്കുന്ന തീയതിയാണ്. ഇത് എന്നാണോ നിങ്ങൾ വീട്ടിൽ കയറാൻ ഡേറ്റ് കൊടുക്കുന്നത് അന്നത്തതാണ്.
ഇപ്പം ക്ഷണക്കത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കെട്ടിടപ്പണിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ആരൊക്കെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ഈ ക്ലാസ് കൂടി കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. പുതിയ പുതിയ കാര്യങ്ങൾ എഴുതാനും പുതിയ ആശയങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.